ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതിയാണ്. അങ്ങനെ രേവതി കോഫിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ്. ചന്ദ്ര അവിടെ എന്തൊക്കെയോ ആസനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും കോഫി അങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങോട്ടൊരു ഒറ്റ തുപ്പായിരുന്നു കേട്ടോ. നമ്മുടെ രേവതിയാണെങ്കിൽ അത് കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങിപ്പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. ആ തുപ്പിയതും നമ്മുടെ രേവതി ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചായ അങ്ങോട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് വലിച്ചെറിഞ്ഞു. എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്താ കോഫിയോ അതോ ഇതെന്താ? ഇതെന്താന്ന് നീ പറ, എന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ അത് ഞാനൊരു കാര്യം പറയാം. നിന്നോട് ഞാൻ കോഫി കൊണ്ടുവരാനാണ് പറഞ്ഞത്, അല്ലാതെ കഷായം അല്ലല്ലോ കൊണ്ടുവരാൻ പറഞ്ഞത്. അത് കോഫി തന്നെ അമ്മേ. അമ്മയ്ക്ക് ശരീരം മൊത്തം വേദനിക്കുന്നു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചുക്കും മല്ലിയൊക്കെ ചേർത്തു. നീ ആരാടി? ഡോക്ടറോ എന്നെ ചികിത്സിക്കാന്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ വക കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ലെന്ന്. ഇതിൽ മധുരം പോലും ഇട്ടിട്ടില്ല. ഞാൻ കുടിക്കാതിരിക്കാൻ വേണ്ടി നീ കരുതി കൂട്ടി ചെയ്തതല്ലേ അമ്മേ. മധുരം കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു പോലും ഇതിൽ ഇട്ടിട്ടില്ല. ഞാൻ എന്താ ഷുഗർ പേഷ്യൻ്റ് ആണോ മധുരം ഇടാതിരിക്കാൻ? അയ്യോ അമ്മേ, ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക. ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ല ഷുഗറും പ്രഷറും ഒക്കെ വരുന്നത്. എടി എന്താടി, നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ കളിയാക്കിയതൊന്നും അല്ലമ്മേ. അത് നിന്റെ കെട്ടിയവനോട് പോയി ചെന്ന് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. ശരി അമ്മേ, ഞാൻ പറഞ്ഞോളാം. എനിക്കിപ്പം അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോവുക. അവളുടെ ഒരു കോഫി എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അത് എറിയുകയും ചെയ്തു. ഇത് എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം രേവതി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോഫിയാണ്. അപ്പം ശ്രുതി പറഞ്ഞു, ആൻറ്റി എന്താ ആൻറ്റി കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഇവളുടെ കോഫി ആർക്ക് വേണമെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പം രേവതി പറഞ്ഞു, അമ്മ എന്താ അമ്മ ഈ കാണിച്ചത്? നീ കരുതി കൂട്ടി എനിക്ക് ഇങ്ങനെ ഒരു കോഫി ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. കുടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ തറയിൽ ഒഴിച്ച് കളഞ്ഞു. തറയിൽ ഒഴിച്ചു എന്നല്ലല്ലോ, തറയിലേക്ക് ഇപ്പം എറിയുമല്ലേ ചെയ്തത്. എന്തിനമ്മ ഇത് വേസ്റ്റ് ആക്കിയത്? അതുമാത്രമല്ല, കപ്പും പൊട്ടി, കാപ്പിപ്പൊടിയും ശർക്കരയും ഒന്നും വെറുതെ കിട്ടുന്നതല്ലല്ലോ. നീ സമ്പാദിച്ച കാശ് കൊണ്ടാണോ ഇതൊക്കെ മേടിക്കുന്നത്? എൻ്റെ ഭർത്താവ് സമ്പാദിച്ച കാശ് കൊണ്ടാണ് ഇതൊക്കെ മേടിച്ചതെന്ന് പറഞ്ഞു. ഏതായാലും ഈ പറച്ചിലങ്ങ് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഏറ്റു കേട്ടോ. ചന്ദ്രയ്ക്ക് മാത്രമല്ല, നമുക്ക് ഈ പറച്ചിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടും. ഇത് തന്നെയാണ് രേവതി ചെയ്യേണ്ടത്. രേവതി അത് പറഞ്ഞില്ലായിരുന്നെങ്കിലായിരുന്നു അവിടെ രേവതി മോശക്കാരിയാവുന്നത്. അപ്പോഴേക്കാണ് നമ്മുടെ ശ്രീകാന്ത് കയറി വന്നിട്ട് എന്താ എടുത്ത് പ്രശ്നം എന്ന് ചോദിച്ചത്. ഓഹോ, എനിക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾ അമ്മയാണോ അതോ കൊച്ചുകുട്ടിയോ? ഇത് ഇത്ര വലുതായിട്ടും അമ്മയുടെ ബുദ്ധി വളർന്നില്ലല്ലോ. അതിനിപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്? ഈ കോഫി കൊണ്ടുവരാൻ പറഞ്ഞത് അമ്മയ്ക്ക് കുടിക്കാനൊന്നും അല്ലല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്ത് രേവതി എടുത്തിനെ വിഷമിപ്പിക്കാനല്ലേ? എനിക്ക് മനസ്സിലായി. ഈ കപ്പ് പൊട്ടിക്കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും കാരണം വേണമല്ലോ ഏട്ടത്തിനോട് വഴക്കുണ്ടാക്കാൻ. അമ്മ ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. എൻ്റെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാലോ. അല്ല, ശ്രുതിയേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ശ്രുതിയേട്ടത്തിക്ക് അമ്മയോട് പറയായിരുന്നല്ലോ. അത് പിന്നെ ശ്രീകാന്ത്, ഞാൻ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, ശ്രീകാന്തേ വീട് വേണ്ട, ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, ബാന്ന് പറഞ്ഞ് ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. രേവതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമാക്കി വേണേ തീർക്കായിരുന്നു. രേവതി അത് വലിയ പ്രശ്നമാക്കി തീർക്കാതെ തന്നെയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, എന്താ ആൻറ്റി ഇത്? എന്തിനു വേണ്ടി? ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇങ്ങനെ ചെറിയ ഡോസുകൾ കൊടുക്കണം, എങ്കിലേ അവൾ നിൽക്കേണ്ടടുത്ത് നിൽക്കത്തുള്ളൂ. അതും കൊണ്ടാണ് ചെറിയ ഡോസ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ശ്രുതി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് ചെറിയ പുഞ്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, എന്തോ ജയിച്ച മട്ടിൽ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തും രേവതിയും താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഏടത്തി ഒന്നും പറയാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ തലേ കയറുന്നത്. ഇങ്ങനെ സൈലൻ്റ് ആകാൻ പാടില്ല ഏടത്തി. എന്ത് ചെയ്യാനാടാ? നിൻ്റെ ഏട്ടൻ്റെ സപ്പോർട്ടില്ലല്ലോ എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ അനുഭവിക്കണം. അവരെനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെങ്കിലല്ലേ മറ്റുള്ളവരെനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ തരത്തുള്ളൂ. നിൻ്റെ ഏട്ടൻ അങ്ങനെ എന്നെ സ്നേഹിക്കാറില്ലല്ലോ. ഞാനിവിടെ താമസിക്കുന്നത് പോലും നിൻ്റെ ഏട്ടന് ഇഷ്ടമല്ല. പിന്നല്ലേ ഇതൊക്കെ എനിക്ക് വിധിച്ചതാ. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്നാ എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നത്. അത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് വല്ലാത്ത വിഷമമായി പോയി കേട്ടോ. കാരണം എന്തോ പോലെ ആയിപ്പോയി ശ്രീകാന്തിന്. ഏതായാലും ശ്രീകാന്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീകാന്ത് അവിടെ ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ശ്രീകാന്തിന് തന്നെ കേട്ടോ. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ എന്തോ ഉണ്ടാക്കി വെറൈറ്റി ഒക്കെ വെച്ചു. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, എന്ത് പറ്റി ശ്രീകാന്ത്, ഇന്നും വെറൈറ്റി ഉണ്ടാക്കിയില്ല? അപ്പോൾ ഇന്നും നിൻ്റെ ആൾ വരുന്നുണ്ടല്ലേ? അത് പിന്നെ എടാ വേണ്ട നീയേ ഇനി നുണ പറയണ്ട. എനിക്കറിയാം നീ ഫ്രണ്ടാണെന്നല്ലേ പറയുന്നത്. നീ അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ
നിന്റെ കണ്ട അവളിൽ തന്നെയായിരിക്കും, മറ്റ് കസ്റ്റമേഴ്സിനെ ഒന്നും കാണത്തില്ല. നിങ്ങൾ രണ്ട് പ്രണയത്തിലല്ലേടാന്ന് ചോദിച്ചപ്പം ദേ ഒന്ന് പോടാ, ചുമ്മാ ഇരിക്കടാന്ന് പറഞ്ഞു. ശ്രീകാന്തിന് അങ്ങ് നാണമായിട്ടോ, പക്ഷെ അയാൾ പറഞ്ഞത് സത്യമാണ്, അയാൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ സമയത്ത് എല്ലാ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വർഷ കയറി വരുന്നത്. അങ്ങനെ വർഷം വന്നിട്ട് മാറിയിരുന്ന് നമ്മുടെ ശ്രീകാന്തിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ, ഒരു ചെറിയ പണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് ഹലോ വർഷ, നീ എന്താ വരുന്നില്ലേന്ന് ചോദിച്ചു. എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക, നിനക്ക് വേണ്ടിയാ ഞാനൊരു വെറൈറ്റി കേക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതാ നിന്നോട് വരാൻ പറഞ്ഞത്, നീ എന്താ ഇതുവരെ വരാത്തത്? അതെ സോറി ശ്രീകാന്ത്, എനിക്ക് വരാൻ പറ്റിയില്ല. എന്ത് പറ്റി വർഷ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പതുക്കെ വന്നിട്ട് പുറകിൽ കൂടെ വന്ന് ആ ഒരു ഫോൺ പിടിച്ച് മേടിച്ചിട്ട് ഒന്നും പറ്റിയില്ല. നീ ഇവിടെ നിന്നാണോ എന്നെ ഫോൺ വിളിച്ചത്? നീ ഇവിടെ ഉണ്ടായിരുന്നോ? വന്നിരിക്കുക വർഷ എന്ന് പറഞ്ഞു. ഏതായാലും വർഷ അവിടെ വന്നിരുന്നു. വർഷ അവിടെ വന്നിരുന്നപ്പോൾ ദേ നിനക്കായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്ത കേക്കാ, ഒന്ന് കഴിച്ചു നോക്കുക, എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. നമ്മുടെ വർഷം അത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അടിപൊളിയാണല്ലോടാ, സത്യമായിട്ടും ഇതെങ്ങനെയാടാ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഞാൻ ഇതുവരെ ഇതുപോലെ ടേസ്റ്റുള്ള ഒരു കേക്കും ഒരു സ്വീറ്റ്സും ഒന്നും കഴിച്ചിട്ടില്ല. ഏതായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയാ നല്ലൊരു ഷെഫ് എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ വർഷ പറഞ്ഞു, അല്ല നീ എന്ത് ചെയ്താലും നല്ലതായിരിക്കും, നീ എന്ത് ചെയ്താലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ നിന്റെ ജോലിയിൽ എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നുണ്ടെന്ന് നീ ഉണ്ടാക്കിയത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാകും. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അതിന് പെട്ടെന്നൊരു ആൻസർ തരിക. ചോദിക്ക്. ഞാൻ പറയാം. അല്ല എനിക്ക് നിനക്കും പാർട്ട്ണർ ആയിക്കൂടെ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചത് കേട്ടതും നമ്മുടെ ശ്രീകാന്ത് ഒന്ന് ഞെട്ടി കേട്ടോ. ശ്രീകാന്ത് ഏത് പാർട്ട്ണറിന്റെ കാര്യം ഓർത്തത്? തൻ്റെ പാർട്ട്ണർ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ തന്നെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ഒരു നിമിഷം നമ്മുടെ ശ്രീകാന്ത് ഒന്ന് ചിന്തിച്ചു പോയി. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? അല്ല ഐ മീൻ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടെ എന്നാ ഞാൻ ചോദിച്ചത്. ഓ ഓ ഓ ആ എന്താ നീ മറുപടി പറയാത്തത്? എന്ന് വെച്ചോണ്ടിരിക്കുകയാണോ? അതെ, പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആഗ്രഹം നീ എന്നോട് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതൊന്നും പെട്ടെന്ന് നടക്കില്ലടി. വേണ്ട, അതിനൊന്നും എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല. നീ അതിൻ്റെ കാര്യമൊന്നും നോക്കണ്ട, പൈസയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് പെട്ടെന്ന് തുടങ്ങണം. നീ ഉണ്ടാക്കുന്നത് എനിക്ക് ദിവസവും കഴിക്കാമല്ലോ. ഓഹോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ തുടങ്ങുന്നോ? അതെ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ലാഭം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിന്നെപ്പോലെ ഒരു നല്ല ഷെഫ് ഉള്ളപ്പം എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്ന മണിയും 4 ഇരട്ടിയായിട്ട് തിരികെ കിട്ടും. അത് കൊള്ളാലോടി. ഏതായാലും കുറച്ച് നാൾ കഴിയട്ടെ, എന്നിട്ട് ചിന്തിക്കാം. അതെ, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തോന്നല്ലോ ആലോചിച്ചിട്ട് പറയാനായിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിക്കണം. കുറച്ച് കഴിയട്ടെ വർഷ, നമുക്ക് നോക്കാം. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ റെഡിയാകുമ്പോൾ പറ, ഞാൻ ഓക്കെ ആട്ടോ ഇപ്പോഴേന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതൊക്കെ ശരി, നീ ഒരു കാര്യം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർഷം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കേക്ക്. അതിനിടയിൽ നമ്മുടെ വർഷ പറഞ്ഞു, അതെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ അവിടെ നമുക്ക് രേവതി ചേച്ചിനെയും കുക്ക് ചെയ്യാൻ വേണ്ടി ആക്കാം. നന്നായിട്ട് പാചകം ചെയ്യൂലോ. എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു രേവതി അടുത്തി. അത് പിന്നെ എനിക്ക് അവരെ ഓർത്തിട്ടാ കൂടുതൽ വിഷമം. എന്ത് വിഷമം? എന്താ വിഷമം? അത് പിന്നെ സച്ചേട്ടൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഓർത്തിട്ടാ എനിക്ക് വിഷമം എന്ന് പറഞ്ഞു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞു കേട്ടോ. അതായത് അന്ന് ആ ഒരു പോലീസ് പിടിച്ചതും CCTV ദൃശ്യങ്ങൾ ഇവര് മാറ്റി വെച്ചതും ഒക്കെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക വർഷയോട്. ഇത് വർഷ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഏതായാലും നിന്റെ ചേട്ടൻ കൊള്ളാലോടാന്ന് പറയുമ്പം, അല്ല ഏട്ടൻ സത്യത്തിൽ പാവമാടി, ഏട്ടൻ പാവം തന്നെയാ. എന്ത് ചെയ്യാനാ, കുറച്ച് മുൻകോപം കൂടിപ്പോയി, ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ കൂടിപ്പോയി. അതാ ഏട്ടൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു പാർട്ടി കൊടുക്കും. നീ ഒരു പാർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പാർട്ടിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ ചിലപ്പോൾ സോൾവ് ആകാൻ ചാൻസ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റ് കിടക്കുമ്പോൾ നീ ഒരു പാർട്ടി കൊടുക്കാൻ പറഞ്ഞു. ഓഹോ, അത് കൊള്ളാലോ, ഏതായാലും കൊടുകൈ, ഈ ഐഡിയ എനിക്ക് നേരത്തെ തോന്നിയില്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ കാറൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ വന്നിട്ട്, എന്താ സച്ചി ഓട്ടം പോയിട്ട് എങ്ങനെയുണ്ട്? ആ പെണ്ണു ഹോസ്പിറ്റലിൽ അമ്മയും കൂട്ടി പോയതാ, കണ്ടപ്പോൾ പാവമാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അവളുടെ ഇന്ന് കാശ് മേടിച്ചില്ല. കേട്ടില്ലേ, ഇങ്ങനെ പോയിട്ടുണ്ടെ നീ പട്ടിണി കിടക്കേണ്ട വരും. 24 മണിക്കൂർ ഓടിയാലും ജീവിക്കാനുള്ള വക കിട്ടത്തില്ല. അതിനിടയിൽ അവൻ്റെ ഒരു ഫീ സർവീസ്. എടാ, കയ്യിൽ കാശ് കിട്ടുമ്പം പാവങ്ങളെ സഹായിക്കണ്ടേ? അല്ലാതെ പിന്നെ എന്താടാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ഇത്ര വലിയ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഉപകാരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയട്ടെ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവനെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയല്ലേ? നമ്മൾ ശ്രമിക്കാതിരിക്കുമോ?
ഇല്ലല്ലോ. അതുപോലെ തന്നെയാ, നമ്മൾ മാറി നിൽക്കുവല്ലേ, മാറി നിന്ന ഒരാളുടെ ജീവൻ പോവുകയല്ലേ, അതും ഇതുമൊക്കെ തുല്യ. നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മളെ പറ്റുന്ന സഹായം ചെയ്യണം. എടാ അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഞാൻ അങ്ങനെയല്ലടാ പറഞ്ഞത്, നീയേ ഇപ്പം നിലയില്ല കയത്തിൽ മുങ്ങിക്കോണ്ടിരിക്കുകയല്ലേ. അതൊന്നും സാരമില്ലടാ, കുറച്ച് ദിവസം നൈറ്റ് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമൊക്കെ അല്ലേ ഉള്ളൂ, അത് നൈറ്റ് ഓടിച്ചൊക്കെ അങ്ങ് തീർക്കാം. പിന്നെ ഏട്ടൻ എന്ന് പറയുന്നവൻ കാശും കൊണ്ട് ഓടിപ്പോയത് കൊണ്ട് ഇപ്പം ദേ ഞാൻ കടക്കാരനായി പോയി. അവൻ വെറും ബോധമില്ലാത്തവൻ. സച്ചി ദേ രക്ഷപ്പെടൂടാ, ഇതൊക്കെ വിധിയായിരിക്കും. വിധിയോ? മനുഷ്യനോരോന്ന് ചെയ്തു കൂട്ടുന്നതിനെ വിധിന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഏട്ടനെന്ന് പറയുന്ന ആ മഹാൻ ഓടിപ്പോയത് കൊണ്ടല്ലേ എനിക്ക് രേവതീനെ കെട്ടേണ്ട വന്നത്. അവൻ എനിക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. എടാ അവന് ഭാഗ്യമില്ലടാ രേവതിനെ കെട്ടാൻ. നീ പുണ്യം ചെയ്തുകൊണ്ട് രേവതിനെ കിട്ടി. പുണ്യം. രേവതി സത്യം പറയുമായിരുന്നെങ്കിലേ സത്യത്തില് ഇപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അവനെ ജയിലിലടയ്ക്കായിരുന്നു. അവനിട്ട് ഞാൻ കൊടുത്തേനെ, അവനെ ഞാൻ കൊന്നേനെ, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദേ നീ അത് വീട് സച്ചി, നടന്നു അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കൂട്ടുകാരൻ ചോദിച്ചു. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത്. ശ്രീകാന്തിനെ കണ്ടത്, ഇത് എന്താ ശ്രീകാന്ത് പതിവില്ലാതെ സച്ചിയുടെ അടുത്ത് വരുന്നത്. അപ്പം സച്ചി പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്ത് നിന്നിട്ട് കാര്യം ചോദിക്കുക. നീ എന്താ വന്നത്? ഞാൻ ഏട്ടനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നെ കാണാൻ വേണ്ടിയോ? എന്താടാ നീ ചായ കുടിക്കുന്നോ? എനിക്ക് ചായ ഒന്നും വേണ്ട, ഏട്ടൻ വേണേ കുടിക്കും, ഞാൻ കൂടെ വരാം. എനിക്ക് ചായ ഒന്നും വേണ്ട, ഏത് സമയത്ത് ഓട്ടം വരുവാന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഏട്ടാ ഇപ്പൊ ഓട്ടം കുറവാണോ? ഓട്ടം കുറവാടാ, ഇപ്പം കടവൊക്കെ എങ്ങനെ വീട്ടൊന്നും അറിയത്തില്ലടാ, ആ ഒരവസ്ഥയിൽ നിൽക്കുക. ഹനിയ, നിന്റെ ഏട്ടൻ എന്ന നിലയിൽ ഞാനൊരു ഉപദേശം നൽകാം. ദേ ആര് നിർബന്ധിച്ചാലും നീ കല്യാണം കഴിക്കാൻ പാടില്ല കേട്ടോ. എങ്കിതേ എന്നെ പോലെ ആവൂ. ദേ ഏട്ടൻ ഈ കാര്യം ഒന്ന് നിർത്തുന്നുണ്ടോ? ഏട്ടന് ഒരു കാര്യമില്ലാതെയാ ഏട്ടത്തിയോട് വഴക്കടിച്ചത്, ആ പാവത്തിനോട് സങ്കടപ്പെടുത്തിയത്. ഏടത്തി എന്ത് തെറ്റാ ചെയ്തത്? ദേ എൻ്റെ പൊന്നോ ശ്രീകാന്ത്, എല്ലാം അറിയുന്ന നീ തന്നെ ഇത് പറയണോ കേട്ടോ. എല്ലാം അവള് കാരണം ഉണ്ടായത്. അന്ന് അവള് പറയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അന്ന് ഗജാനന്ദനെ ഏട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? അവനെ കൊല്ലുമായിരുന്നോ? അതോ കാലും കൈയും തല്ലി ഓടിക്കുമായിരുന്നോ? എന്ത് ചെയ്യുമായിരുന്നു ഏട്ടൻ അത് പറ. ഇതൊക്കെ കാരണം തന്നെയാ ഒരു കാര്യം ഏട്ടനോട് പറയാതിരുന്നത്. അത് ഭയന്നിട്ടാ സത്യം പറയാതിരുന്നത്. ഏട്ടൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി അത് ഏടത്തി മറച്ചു വെച്ചു. ദേ ഞാൻ ജയിലിൽ പോയ അവക്ക് എന്താടാ പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? അതേട്ടൻ്റെ ഭാര്യയാ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതെ, ഭർത്താക്കന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത്, അവരെ വിഷമിക്കരുത്. അവരെന്നും തൻ്റെ കൂടെ വേണമെന്നേ ഏത് സ്നേഹമുള്ള ഭാര്യയും ചിന്തിക്കുകയുള്ളൂ, ആഗ്രഹിക്കത്തുള്ളൂ. അതങ്ങനെയാ ഭാര്യമാര്. രേവതേടത്തി അങ്ങനെ ആഗ്രഹിച്ചു. അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ആ ഗജാനന്ദനെ തല്ലിക്കൊന്നിട്ട് ഏട്ടൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഏടത്തി സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. അതിലെന്താ ഏട്ടാ തെറ്റിരിക്കുന്നത്? ഏട്ടനൊന്നും മനസ്സിലാക്കി. ഏട്ടന് നല്ലതിന് വേണ്ടിയിട്ടാണ് ഏടത്തി ഇങ്ങനെയൊക്കെ ചെയ്തത്. ദേ ഏടത്തി കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായെന്നല്ലേ ഏട്ടൻ പറയുന്നത്. അവര് കാരണം ഏട്ടന് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് ലോക്കപ്പിൽ കിടന്ന് ഏട്ടൻ പുറത്തിറങ്ങാൻ കാരണം ആരാ? അത് ഏടത്തിയല്ലേ. അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ വൈഫിനോട് കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞത് കൊണ്ടാ ഏട്ടന് പുറത്തിറങ്ങാൻ സാധിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ എന്തവസ്ഥയായി തീരുമെന്ന് ഇപ്പം ഏട്ടൻ ഓർക്കുന്നുണ്ടോ? അന്ന് ഏട്ടത്തിക്ക് വേണ്ടി സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പം ഏട്ടൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. പിന്നെ അതിന് അവൾ അങ്ങനെ ചെയ്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അവള് സത്യം അറിഞ്ഞിട്ടും എന്നോട് പറഞ്ഞില്ല. അതാണ് വിഷയം. അതാണ് നോട്ട് ദ പോയിന്റ്. എൻ്റെ പൊന്നേട്ടാ, ഏട്ടൻ ഈ പറയുന്നതൊക്കെ വെറും പൊട്ടത്തരങ്ങളാ. ഏടത്തി സത്യം പറഞ്ഞാലും ഏട്ടൻ്റെ കാറും വർക്ക്ഷോപ്പിൽ കിടക്കും. കഞ്ചാവ് കടത്തിനൊന്നും അല്ല കാറ് തകരാറാക്കിയത്. ഏട്ടൻ പോലീസിനെ തല്ലി, അതാ വിഷയമായത്. അതിന്റെ പ്രതികാരം തീർത്തതല്ലേ അവര്. ഇതിന്റെ പേരിൽ ഏടത്തിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? വെറുതെ എന്തിനാ ഏടത്തിന്റെ സമാധാനം കളയുന്നത്? ഏട്ടൻ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഏട്ടന്റെ മുൻകോപമാ എല്ലാത്തിനും കാരണം. ആ മുൻകോപം ഒന്ന് മാറ്റി വെച്ച് നോക്ക്. പക്ഷേ അത് മാറ്റാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. മുന്നും പിന്നും ആലോചിക്കാതെ ഏട്ടൻ ഏടത്തിയുടെ മേൽ ചാടി കയറി കുറ്റപ്പെടുത്തുക. പാവം, അതൊരക്ഷരം പറയുന്നില്ലല്ലോ. ലൈഫിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല, ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ നേരിടണം. അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചേ അല്ലാതെ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്, അത് സോൾവ് ചെയ്യേണ്ടത്. നമ്മുടെ അമ്മ എല്ലാ കുറ്റവും ഏട്ടത്തിയുടെ തലയിലല്ലേ കൊണ്ടിടുന്നത്. ഇപ്പം ഏട്ടൻ എന്താ കാണിക്കുന്നത്? അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് പിന്നെ ഞാൻ അമ്മ പറയുന്നത് പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഏടത്തി എന്തുകൊണ്ട് പറയുന്നില്ല? ഏടത്തിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത് ഏട്ടൻ കാരണമാണെന്ന് അങ്ങനെ ഏടത്തി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. വേണമെങ്കിൽ ഏടത്തിക്ക് അതും പറയായിരുന്നു. ഏട്ടൻ ഏടത്തിനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് കുറ്റപ്പെടുത്തി വഴക്കു പറഞ്ഞു, ഒരു ബഹുമാനവും കൊടുക്കാതെ ഒരു അന്യ പോലെ എന്ന പോലെയൊക്കെ പെരുമാറി. എല്ലാവർക്കും മുമ്പിൽ വെച്ച്
ദേ എത്രമാത്രം ഏടത്തി ഇൻസൾട്ടായി കാണുന്ന ഏട്ടൻ അറിയാമോ? ഏട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ അമ്മേനെ അറിയില്ല ഏട്ടന്. ഏടത്തിനെ കണ്ണിന് കണ്ടുകൂടാ, ഇഷ്ടമല്ല അമ്മയ്ക്ക്. ഏടത്തിനെ വഴക്ക് പറയാതെ ഉറക്കം വരില്ല അമ്മയ്ക്ക്. അതിനിടയിൽ ഏട്ടനും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? പാവം ഒരുപാട് വിഷമിക്കില്ലേ? ഏട്ടൻ്റെ സപ്പോർട്ട് മാത്രമാണ് ഏടത്തിക്ക് ആകെയുള്ളൊരു ആശ്വാസം. ഏട്ടൻ ഇങ്ങനെ പെരുമാറിയാലേ ഒരിക്കലും ഏടത്തിക്ക് സമാധാനത്തോടു കൂടി നമ്മുടെ വീട്ടിൽ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ കാണാത്തതൊക്കെ ഞാനും കാണുന്നുണ്ട്. പിന്നെ ഏടത്തിക്ക് അറിയാത്ത ഒരു ദിവസം പോലുമില്ല. എന്നെങ്കിലുമൊക്കെ ഏട്ടനോട് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ ഏടത്തി? ഏട്ടൻ കെട്ടിക്കൊണ്ട് വന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനൊന്നും ഏടത്തി വന്നിട്ടില്ലല്ലോ. ഏടത്തി എല്ലാം സ്വയം ആശ്വസിക്കുന്നു, സ്വയം അംഗീകരിക്കുന്നു, സ്വയം വിഷമിക്കുന്നു. കല്യാണം കഴിച്ചത് കൊണ്ട് ഏട്ടന് നല്ലതേ വന്നിട്ടുള്ളൂ. ഏടത്തിയാ കഷ്ടപ്പെടുന്നത്. ഏടത്തി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് വരെ അതൊക്കെ ഏട്ടന്റെ മുഖത്ത് നോക്കി ഏട്ടത്തി പറഞ്ഞിട്ടില്ല. അത് അവരുടെ സ്വഭാവ ഗുണം. എടാ അത് പിന്നെ ഏട്ടൻ അവർക്ക് സ്നേഹവും ബഹുമാനവും കൊടുക്കണം. ഏട്ടൻ കൊടുത്തില്ലെങ്കിൽ വീട്ടുകാരും അങ്ങനെയല്ലേ കാണത്തുള്ളൂ. അവിടെ ഒരു പുതിയ മരുമകൾ വന്നിട്ടുണ്ട്. അത് ഏട്ടൻ മറന്നുപോയോ? അതേട്ടൻ മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. എടാ ഞാൻ എന്ത് ചെയ്യണമെന്നായി പറയുന്നത്? ആദ്യം ഏട്ടത്തി അമ്മയോട് വഴക്കിടുന്നത് അങ്ങ് നിർത്തണം. പിണക്കമൊക്കെ മറന്ന് നല്ല സന്തോഷത്തോടു കൂടി എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വാ. അതെന്തിനാ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്? അതെ, ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വിഷയമൊക്കെ മറന്ന് കുറച്ചു നേരം നമുക്ക് സന്തോഷത്തോടെ സംസാരിച്ച് അവിടെ നിന്ന് നമുക്ക് പിരിയാം. ഏടതിനെ കൂട്ടിയിട്ടൊന്ന് വന്ന് നോക്ക്. ഹേയ് ഞാനില്ല, എനിക്ക് ജോലിയുണ്ട്. ഒഴിവ് കഴിവുകളൊന്നും പറയല്ലേ. പാർട്ടി കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോവാമല്ലോ. ഏട്ടാ പ്ലീസ് ഏട്ടാ വാ. ഇല്ലടാ എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഏട്ടത്തിനെയും കൂട്ടി വന്നില്ലെങ്കിൽ പിന്നെ ഈ ജന്മം ഞാൻ ഏട്ടനോട് മിണ്ടില്ല. നോക്കിക്കോ. നീ പണ്ടുപോലെ ഇതൊക്കെ പറഞ്ഞല്ലേ എന്നെ വീഴ്ത്തുന്നത്. ശരി ശ്രീകാന്തേ, ഞാൻ വരാം എന്ന് പറഞ്ഞു. ഏതായാലും ശ്രീകാന്തിന് ഇത് വലിയ സന്തോഷമായിട്ടോ. ശ്രീകാന്ത് പറഞ്ഞു നല്ല ഏട്ടനാട്ടോ ഉമ്മ എന്ന് പറഞ്ഞു. ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു അതെ ഞാൻ പോവാട്ടോ, നമുക്ക് റെസ്റ്റോറൻറ്റിൽ കാണാമേ എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കും എടുത്തോണ്ട് പോയി. അങ്ങനെ സച്ചി ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുമ്പോഴാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഒരു മണിക്കും 2 മണിക്കും ഇടയ്ക്ക് നമ്മൾ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും വരണേ. രേവതിയുടെ സച്ചിയുടെ സൂപ്പർ ഹിറ്റ് വിശേഷം കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.